ഹലോ. കമ്പാരറ്റീവ് ലിറ്ററേച്ചറിൽ സെക്കൻഡ് ബ്ലോക്കിലെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ലാൽദേഹ് എന്ന പോയറ്റിൻ്റെ 3 വേഴ്സസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 7th സെഞ്ച്വറിയിൽ സൗത്ത് ഇന്ത്യയിൽ ഇമേജ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഭക്തി മൂവ്മെൻറ്റ് എന്നത്. ഡിഫറെൻറ്റ് ഹിന്ദു ഗോഡ്സിൻ്റെ യൂണിറ്റി, ജനങ്ങൾ തമ്മിലുള്ള ഇക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്, ദൈവത്തിനോടുള്ള ഭക്തി ലൈഫിലെ നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് കാണുക എന്നതാണ് ഭക്തി മൂവ്മെൻറ്റ് എംഫസൈസ് ചെയ്യുന്നത്. 14th സെഞ്ച്വറി കാശ്മീരിൽ നിന്നുള്ള ഒരു മിസ്റ്റിക് പോയറ്റാണ് ലാൽദേഹ് അഥവാ ലല്ലേശ്വരി എന്നും അറിയപ്പെടുന്ന ലല്ല. നൂറ്റാണ്ടുകളോളം ഓറലി ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന ലല്ലയുടെ വേഴ്സസ് കാശ്മീർ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് കാണുന്നത്. വക്ത് എന്നാണ് ലല്ലയുടെ പോയംസ് അഥവാ വേഴ്സസ് അറിയപ്പെടുന്നത്. ലല്ലയുടെ ജീവിതത്തെക്കുറിച്ച് നിരവധി ലിജൻസ് ഉണ്ടെങ്കിലും വീടും ഫാമിലിയും ഉപേക്ഷിച്ച് സെൽഫ് റിയലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരത്തിന് യാത്ര നടത്തുവാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയുടെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും വെളിപ്പെടുത്തുന്ന ലല്ലയുടെ വേഴ്സസാണ് എന്നും റിലവൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ഐ വാസ് പാഷനേറ്റ് എന്ന വേഴ്സ് വുമൺ ഇൻ പ്രൈസ് ഓഫ് സാക്രഡ് എന്ന വർക്കിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദൈവത്തെ കണ്ടെത്തുവാനും അവനുമായി യൂണിറ്റി അഥവാ ഫ്രണ്ട്ഷിപ്പ് അറ്റൈൻ ചെയ്യുവാനുമുള്ള ഒരു ആത്മീയ യാത്രയാണ് ഈ വേഴ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്പീക്കർ തൻ്റെ യഥാർത്ഥ ഫീലിങ്സ് റീഡേഴ്സിന് മുന്നിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവത്തിനോടുള്ള സ്നേഹവും സത്യവും ആത്മീയ പൂർത്തീകരണവും തേടി യാത്ര നടത്തുകയാണ് പോയറ്റ് ചെയ്യുന്നത്. ഈ യാത്രയിൽ സ്പീക്കർ ട്രൂത്ത്ഫുൾ വൺ അഥവാ ഗോഡിനെ അന്വേഷിച്ച് കുറേ ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. ട്രൂത്ത്ഫുൾ വൺ എന്നാണ് ഇവിടെ ഗോഡിനെ ഇംപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് സ്പീക്കർ തനിക്ക് കഴിയുന്ന അത്രയും ദൈവത്തെ തിരയുവാൻ ശ്രമിച്ചെങ്കിലും അവസാനം തൻ്റെ വീടിൻ്റെ കംഫേർട്ട് ഏരിയയിൽ നിന്നാണ് സ്പീക്കർ ദൈവവുമായി യുണൈറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് സ്പീക്കർ ഗോഡിനെ അന്വേഷിച്ച് കുറേ ദൂരം പോയെങ്കിലും ദൈവം തൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ദൈവം അഥവാ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡിസ്കവർ ചെയ്യേണ്ടതെന്നാണ്. സെക്കൻഡ് വേഴ്സിൽ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള തൻ്റെ ആഗ്രഹം അഥവാ സെൽഫ് റിയലൈസേഷനാണ് പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഗുരുവും തൻ്റെ സ്റ്റുഡൻറ്റും തമ്മിലുള്ള കോൺവേഴ്സേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റുഡൻറ്റ് തൻ്റെ ഗുരുവിനോട് ദൈവത്തെ ഡിഫൈൻ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. നെയിംലെസ് എന്നാണ് ഇവിടെ ദൈവത്തെ ഇംപ്ലൈ ചെയ്യുന്നത്. തൗസൻഡ്സ് ഓഫ് ടൈം ആ ഒരു സ്റ്റുഡൻറ്റ് ഗുരുവിനോട് ദൈവത്തെ ഡിഫൈൻ ചെയ്യുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗുരുവിന് പോലും ദൈവത്തെ പറ്റി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു വേഴ്സിൽ പറയുന്നത് ദൈവം എന്നത് നെയിംലെസ് അഥവാ അൺനോൺ ആണെന്നാണ്. ദൈവത്തിന് ഒരു പേരോ ഒരു രൂപമോ നൽകാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഈ ഒരു നെയിംലെസ് അഥവാ അൺനോൺ ആയിട്ടുള്ള ദൈവം എന്നത് നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും ഉറവിടമാണ് എന്ന് പോയറ്റ് സജസ്റ്റ് ചെയ്യുന്നു. സിലബസിൽ ലാൽദേഹിൻ്റെ 3rd വേഴ്സാണ് ഡേ വിൽ ബി ഇറേസ്ഡ് ഇൻ നൈറ്റ് എന്നത്. മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തെക്കുറിച്ചാണ് ഈ ഒരു വേഴ്സിൽ പറയുന്നത്. ഫസ്റ്റ് ലൈൻ കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുന്നിലുള്ള എല്ലാ ബാരിയേഴ്സും അഥവാ ഒബ്സ്റ്റക്കിൾസും റിമൂവ് ചെയ്യുന്നു എന്നാണ്. മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിലൂടെ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് മൈൻഡ് നിറയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും മറക്കുന്നു. അഥവാ മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്ന എല്ലാ തെറ്റുകളും ദൈവം നമ്മോട് ക്ഷമിച്ചുകൊണ്ട് പുതിയൊരു ലൈഫ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈനിൽ ഇംപ്ലൈ ചെയ്യുന്നത് ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിൻ്റെ ജിയോഗ്രഫി ചേഞ്ച് ചെയ്യുന്നു. മൈൻഡിൻ്റെ ജിയോഗ്രഫി എന്നതുകൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പാരൻസ് ആണെങ്കിൽ അവരുടെ മൈൻഡ് എപ്പോഴും മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കണം കളിക്കണം എന്നൊരു ചിന്തയായിരിക്കും ഫുൾ ടൈം മൈൻഡിലുണ്ടാവുക. സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇനി എന്ത് റിസർച്ച് ചെയ്യും, അതെങ്ങനെ ചെയ്യും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന ചിന്തകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോ പ്രൊഫഷനും അവരുടേതായ തോട്ട്സ് അവർക്കുണ്ടാകും. ധ്യാനം ചെയ്യുന്ന ടൈമിൽ ഈ ഒരു തോട്ട്സ് എല്ലാം മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ തോട്ട്സ് മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിലുണ്ടാകുക. 3rd ലൈനിലെ ന്യൂ മൂൺ എന്നത് ഇംപ്ലൈ ചെയ്യുന്നത് പ്രീവിയസ് തോട്ട്സ് എന്നാണ്. പ്രീവിയസ് തോട്ട്സ് എല്ലാം ഇല്ലാതാകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ലൈനിൽ ക്ലോത്ത്സ് എന്നത് സിഗ്നിഫൈ ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അഥവാ മെഡിറ്റേഷൻ പോലെ ബ്യൂട്ടിഫുൾ ആൻഡ് പവിത്രമായിട്ട് മറ്റെന്താണുള്ളത് എന്നാണ് പോയറ്റ് ഇവിടെ ചോദിക്കുന്നത്. That's all about today. Thank you for watching.